സിസിലി എന്നാ കാര്യമെന്ന് പറഞ്ഞല്ലേ ഇങ്ങനെ ചെകയണ കാണുമ്പോ ഒന്ന് സഹായിക്കാനൊക്കെ തോന്നുള്ളൂ. സിസിലി ഉമ്മ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ചേട്ടായിക്ക് ഇത് എന്നാത്തിന്റെ കേടാ? എനിക്കറിയാൻ പാടില്ലാണ്ട് ചോദിക്കോ? ഒന്നും ചോദിക്കണ്ട. എന്നും ഞാൻ ഇരുന്നോളാം. ലാലപ്പന്റെ കടയിലെ ഒട്ടുപാല് മാറിക്കൊണ്ട്. ഇനി പണയം വെക്കാനേ ഇപ്പൊ ഇട്ട ഈ സാധനം മാത്രമേ ഉള്ളൂ. പൈസ കളഞ്ഞോടാ? ഇല്ല, പോക്കറ്റിലുണ്ട്. ആഹാ, ഇതാരൊക്കെയാ? വാ വാ അലൻകുട്ട, കാപ്പിയൊക്കെ കുടിച്ചോ? അലൻകുട്ട, പ്രാർത്ഥനയൊക്കെ പഠിച്ചായിരുന്നോ? എവിടെ ഇവനൊന്നും പഠിച്ചിട്ടില്ല. നീ വിളി, ഞാൻ എല്ലാം പഠിച്ചു. എന്താ നീ ഒന്ന് ചൊല്ലിക്കേ പരിശുദ്ധ പറയുമേ? അത് ഇവിടെ ചൊല്ലാൻ പറ്റത്തില്ല. പിന്നെ എവിടെയാ ചൊല്ലുന്നേ? അത് പള്ളി ചെന്നിട്ട്. ഓ, അമ്മയൊക്കെ എന്നെ എടുക്കുന്നു മോളെ? അമ്മ വീട്ടിലുണ്ട്. നിന്റെ 10ാം ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. പൈസ പൈസയൊന്നും വേണ്ട. അലൻകുട്ടന്റെ ആദ്യ കുർബാനയെന്ന് പറഞ്ഞ ആന്റിക്ക് സ്പെഷ്യൽ അല്ലേ? അയ്യോ, ആന്റി ഇതിന് പൈസ മേടിച്ചില്ലെങ്കിൽ അമ്മ വഴക്കറിയും. അതൊന്നും സാരമില്ല, അമ്മയോട് ആന്റി പറഞ്ഞോളാം കേട്ടോ. വാ. ശരി ആന്റി, പോവാണ്. ടാറ്റാ. ചാച്ചൻ ഇന്നലെ എപ്പോ എത്തിയായിരുന്നടാ? നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ചല്ലേ വന്നേ? ആ, അത് ഞാൻ മറന്നുപോയി. ഇഷ്ടമുണ്ടെങ്കിൽ തിരിഞ്ഞു നോക്കും. ഈ നാട്ടില് ഒരു ലൈമാൻ പോരടാ. മതി മതി, നിന്ന് മെഴുകാണ്ട് പോവാൻ നോക്കി. നമുക്ക് ലൈമാന്ന് പേര് മാത്രമേ ഉള്ളൂ. മണ്ടരിത്തെങ്ങിന്റെ ചകിരി പോലെ പരുക്കനാവുള്ള വിരുദൻ, ചിരട്ട മുതിരൻ നുണഞ്ഞൊരുക്കണ തഴക്കം പോന്നൊരു തൊരപ്പൻ. അല്ല, ഇതിന്റെ പരിപാടി എങ്ങനെ? ഓ, ട്രേഡ് സീക്രട്ട്. അയൽക്കൂട്ടം 3 മണിക്കാണേ ചേച്ചി. ആ ബീന പറഞ്ഞായിരുന്നടി. ഒരു വനിതയുടെ സൗണ്ടല്ലേ കേട്ടത്? എന്താടി, എന്താ പറ്റി? പെണ്ണുങ്ങളെ കയറി പിടിക്കുന്നു. ഞാൻ എന്ത് ചെയ്തിട്ട്? പാമ്പ്. പാമ്പ് അവിടെ. അത്യാവശ്യം വലുതാണല്ലോടി. എന്നാ എന്നെയും കൂടെ തള്ളിക്കിണറ്റിലിട്. എന്ത് വലിയ പാമ്പാ. പണ്ടായിരുന്ന ഞാൻ പിടിച്ചേനെ. നമ്മുടെ പൈരിച്ചേട്ടന്റെ കണ്ടി പാമ്പ് വീണു. പാപ്പച്ചൻ പിടിക്കാൻ നിക്കുക. അത് രാജവമ്പാല, പെണ്ണ് രാജവമ്പാല. അതിന്റെ പാമ്പ് ചുരിദാറിട്ടാണോ കിടക്കുന്നത്? എന്താണാവോ പാപ്പച്ചൻ പറഞ്ഞതാ. സംഭവം ഹെവി ആണല്ലോ. വലുത് തന്നെ. വെമ്പാലെ, രാജവെമ്പാല. ഇത് രാജവമ്പാല തന്നെയാന്ന് ഉറപ്പാണോ? എടാ, കണ്ടറിയില്ലേ? ഞാൻ കൊച്ചിലോട്ട് എത്ര എണ്ണത്തിനെ പിടിച്ചിട്ടുള്ളതാ. പുള്ളി കണ്ടിട്ടില്ല. കണ്ടില്ലേ അവന്റെ കണ്ണിലെ തീക്ഷ്ണത? അല്ല, അവനാണെന്ന് എങ്ങനെ മനസ്സിലായി? എടാ, അവന്റെ പത്തിയിൽ ഇറ് കണ്ടില്ലേ? നോക്ക്. അല്ല, ഈ പുറകിൽ ഉറുള്ളത് ഈ മൂർക്കമ്മാമിനല്ലേ? എടാ, ഇവരൊക്കെ ഒരു ഫാമിലി അല്ലേ? ലോകോയിൽ ചില വ്യത്യാസമൊക്കെ വരും. സച്ചിനും മെസ്സിയും 10 ആണ്, പക്ഷെ കളിക്കുന്ന 2 കളിയല്ലേ? അങ്ങനെ. ആ,
നാട്ടുകാരെ പേടിയുള്ളവർ കുറച്ച് മാറി നിന്നോളൂ, പ്രത്യേകിച്ച് ഗർഭിണികൾ. അല്ലല്ല, അത്രയൊന്നും പോട്ടാ, ഞാനല്ലേ ഇവിടെ. അല്ല ഇതൊക്കെ എവിടെ നിന്ന് ഒപ്പിച്ചു? കഴിഞ്ഞ പ്രളയത്തിന് ഫയർഫോഴ്സുകാർ ഇട്ടിട്ട് അല്ല എനിക്ക് തന്നിട്ട് പോയതാ. ഇതിട്ടാ നീന്താൻ പറ്റുമോ? പാമ്പിന് അത്രയൊന്നും നീന്താൻ പറ്റില്ല, പക്ഷെ നാട്ടുകാരെ രക്ഷയ്ക്ക് ഞാൻ മാത്രമല്ലേ ഉള്ളൂ ഇവിടെ. അത് മൂടുകളാനായിട്ട് ഇല്ലല്ല, എന്നെ കണ്ട് പകച്ചിരിക്കുക. അപ്പൊ പാപ്പച്ച പാമ്പിനെ പിടിക്കാൻ റെഡിയായി, എല്ലാരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചേ. കയറ് പിടിച്ചിട്ട് തങ്കച്ച മാത്രം കൈയടിക്കില്ല. നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, നീ കുടുക്കിട്ട് പിടിച്ച് ലോക്കായാലേ ആ സെക്കൻഡിൽ തന്നെ ഞാൻ കയറി വലിച്ചോളാം. എടാ എനിക്ക് എന്നാ പേടി, ഞാൻ കുടുക്കിട്ട് ഉടനെ ഒരു സിഗ്നൽ തരാം. അപ്പൊ പാമ്പ് കുടുക്കിനകത്ത് കയറിയില്ലെങ്കിൽ എങ്ങനെ സിഗ്നൽ തരും? അത് പാമ്പ് വരും. പാപ്പച്ച കടികൊള്ളാൻ നോക്കണേ. നീ അവസരത്തിൽ ചുമ്മാ ഓരോന്ന് പറഞ്ഞ് മനുഷ്യനെ പേടിപ്പിക്കരുത് കേട്ടോ. പേടിയാർക്കാം പാപ്പത്തിനോ? അങ്ങനെ ആട് പാപ്പച്ച. ചാടിക്കും പാപ്പച്ച, ഞാൻ പിടിച്ചിട്ടുണ്ട്. ചേട്ടൻ ചാടല്ലേ? പുല്ലാനിയ. അല്ല പാപ്പച്ചൻ പറഞ്ഞു രാജവമ്പാലയാണെന്ന്. ഇവനോ? ഇല്ല, ഞാനപ്പോ പറഞ്ഞു. പറഞ്ഞില്ലേ? പറഞ്ഞ പോന്നു. കഷ്ടം. ഒരേ ചോരയാ. പൈലിയുടെ കിണറും പാവം പാമ്പും പാപ്പച്ചന്റെ കയറും ഡേറ്റാക്ഷാമം കാരണം എന്റെ ലൈവ് ഈ മാസത്തേക്കുള്ളതാ. ഫോണിൽ സ്റ്റോറേജ് ഇല്ല. ബ്രിട്ടോ, നാളെ ഫ്രീ ആണോ? നാളെ ഫ്രീയാ, പക്ഷെ വരികയല്ല. നമ്മുടെ പൈലച്ചേട്ടന്റെ കിണറ്റിൽ പാമ്പ് വീണല്ലോ, അപ്പൊ നാട്ടുകാരെല്ലാരും കൂടെ ഫയർഫോഴ്സിനെ വിളിക്കാൻ പോകുന്നു. ഈ പാപ്പച്ചനുള്ളപ്പോഴാണോ ഫയർഫോഴ്സ്? നിന്റെ വായനെന്താ പഴോ? എന്തെങ്കിലും ഒന്ന് മിണ്ടിക്കൂടെ? ഞാൻ എല്ലാം അറിഞ്ഞു. എന്റെ പാപ്പച്ചൻ ചേട്ടാ, നിങ്ങക്ക് നാണാവില്ലേ? ഓ, എന്റെ തൊലി ഉരിഞ്ഞു. പൈലിച്ചേട്ടന്റെ കിണറും പാപ്പച്ചന്റെ കയറും. ദേ വാട്സപ്പിൽ ട്രോൾ ഇറങ്ങിയിട്ടുണ്ട്. ട്രോളോ? ആ കാണിച്ച്. ദേ നോക്ക്. മാറി ചോക്കുട്ടെ. ഞാനും ആ പാമ്പും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിൽക്കുമായിരുന്നു. അപ്പം ചേച്ചാടാ, ഇനി നീ ഇതാരോടും പറയാൻ നിൽക്കണ്ട. അല്ലേലും ആരും അറിഞ്ഞിട്ടുമില്ലല്ലോ. സത്യത്തിൽ അപ്പം വന്നില്ലായിരുന്നെങ്കിൽ ആശാൻ പ്ലിങ് അടിച്ച് നേന്ത്രക്കൊലയായനെ. മൂർഖനോടാ കയറേ കെട്ടിക്കളി. അഹങ്കാരി, നീ ആ ജീവനാന്ത കാലം കളിയായിരിക്കണം, ഒരിക്കലും പറക്കാത്ത കളി. ബിജു ആ രണ്ടടിപ്പട്ടി കൊണ്ട് വെട്ടിട്ട് ഒരു ചൂടിനുള്ളത്. രാജവെമ്പാല വരുന്നുണ്ട്. ഇനിയിപ്പൊ നിങ്ങളായിട്ടൊന്നും പറയാൻ നിൽക്കണ്ട. ഞാനായിട്ട് എന്ത് പറയാൻ, നാട്ടുകാർ പറയുന്നുണ്ടല്ലോ. പാപ്പിയങ്കള് നീ പോന്നു കുറച്ചേരമായി. ബിജുനെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അത് അരയ്ക്കാൻ തേങ്ങയില്ലാന്ന് പറഞ്ഞിട്ട് ബിജുനെ കൂട്ടിയിട്ട് വന്നതാ. അല്ലാതെ ഇത് മൊത്തം വെട്ടി കൂട്ടിയിട്ട് ഞാൻ എന്റെ വീട്ടിലോട്ട് എന്റെ കൊണ്ടുപോകും. പൊന്നോ, ഞാനൊന്നും പറഞ്ഞിട്ടില്ലേ? നീ എന്ത് വേണേ കിച്ചിക്ക്. ഇവിടെ 5-6 തെങ്ങുള്ള കാരണം എന്നെ ഇടയ്ക്കൊക്കെ കാണാൻ കിട്ടുന്നുണ്ട്. ആക്രികളെ വന്നില്ലേ? ഇല്ല. നന്നായി, അല്ലെങ്കിൽ തെങ്ങോട്ട് വെട്ടിക്കൊണ്ട് പോയനെ. ഇതിൽ നിന്ന് 3 മൂത്ത് നോക്കിയിട്ട് വണ്ടി കയറ്റിക്കോ.
ഓ എടാ കരിക്കെടുക്കല്ലേ. യെസ് മാഡം. ഇനിയിപ്പോ കുടിവെള്ളത്തിനെ പള്ളി കണ്ടർ തന്നെ രക്ഷ. ഉവ്വ ഉവ്വ. നമ്മുടെ പൈലിച്ചേട്ട കണ്ടറേ പറ്റി. എടാ കായത്തോരനുണ്ട്, കഞ്ഞി കുടിച്ചു പോടാ. അയ്യോ വേണ്ട വേണ്ട, അവിടെ വീട്ടിലെ ഇന്നലെ വെച്ച കോഴി ഇരിപ്പുണ്ട്. അപ്പൊ അവിടെ ഒന്ന് ചൂടാക്കി വെച്ച് കാണാം. എടാ ബിജു, അപ്പനെങ്ങനെയുണ്ട്? ഓ അങ്ങനെ കിടക്കണ പാപ്പച്ച. ആ അത് പറഞ്ഞപ്പോഴാ അമ്മച്ചി ഇടയ്ക്ക് വന്ന് അനക്കി നോക്ക്, മൂപ്പര് ശ്വാസം ഉണ്ടോ. ഒറ്റ കിടന്നൊന്നും. അതെ, അപ്പച്ചൻ പാമ്പിന്റെ കേസ് വല്ലതും പറഞ്ഞായിരുന്നു. എന്നാ ഓക്കെ. വെള്ളം ഒരു കൈ ഒടിഞ്ഞു. എടാ 70 വയസ്സായ നിന്റെ അപ്പനെ 3 കെട്ട് വിറക് കയറിയിട്ടായിരിക്കുന്നേ. പിന്നില്ലടാ അവരാ തോക്ക് കൊടുക്കുന്ന ലക്ഷണമില്ല. ഇന്നലെ വന്നപ്പോ മുതൽ ഒരക്ഷരം വേണ്ടിയിട്ടില്ല. അല്ലേലും എണ്ണ കോപ്പിനാ അപ്പച്ചനത്. എണ്ണയിടൽ മാത്രമല്ലേ ഉള്ളൂ, അത് അവിടെ തന്നെ ഇരിക്കുന്നത് നല്ലത്. അയ്യടാ നിനക്കത് പറയാ. അങ്ങേരെ എന്റെ മുഖത്ത് നോക്കിയേക്കാൾ കൂടുതൽ അതിലേക്കാ നോക്കിയിട്ടുള്ളത്. ദണ്ണം കാണും. ഞാൻ പോണു. പാമ്പിന്റെ കേസ് അമ്മച്ചിടൊക്കെ പറയാതിരിക്കാൻ വഴിയില്ലല്ലോ. അമ്മച്ചി കേട്ടില്ലേ, ചിക്കൻ കറി ആയിരുന്നെന്ന്. ചേമ്പരിഞ്ഞിട്ട് കൈ ചൊറിച്ചില്ലാന്ന് കുറച്ചു നേരത്തെ റീന എന്നെ ഫോൺ വിളിച്ചപ്പോ പറഞ്ഞതേ ഉള്ളൂ. നിന്റെ അല്ല ആങ്ങളാ. തുറക്കം അങ്ങോട്ട്. എടാ അച്ചു പോലെ, ഇതിപ്പോ എത്ര ഉണ്ട്? 1 കിലോ ആണ്. ആ 1 കിലോ കാണും. അങ്ങ് തോട്ടില്ലേ തന്നെ. ആ ഈർക്കിലി കുറച്ച് 600 ഗ്രാം. നീ ഇത് വെച്ചോ. പിള്ളേർക്ക് ഫ്രൂട്ട്സ് മേടിച്ചോളൂ. മറ്റേ കുരുവില്ലാത്ത മുന്തിരിങ്ങ. ഇത് 20 ഉള്ളൂ. നീ ഇപ്പോഴും ഈ കമ്പയിൽ നൂല് തൂക്കി നടക്കുമോ? എടാ മെഷീൻ ചൂണ്ട മേടിക്ക്. ഞാനിപ്പോൾ അതല്ലേ ഉപയോഗിക്കുന്നത്. അപ്പോൾ നല്ല മീൻ വെള്ളം കിട്ടുവാണെങ്കിൽ വിളിക്കും. കുറച്ചുകൂടെ അപ് ടു ഡേറ്റ് ആവട്ടെടാ. 1000 വട്ടം പറഞ്ഞിട്ടുണ്ട് ഈ വക ജീവികളെ വെച്ച് കറി വെക്കാൻ കൊണ്ടുവരരുത്. 7 മണിക്ക് കയറിയതാ. അമ്മയ്ക്ക് തിന്നായിരുന്നാ പോരെ, എല്ലാം കൂടി വാരി വലിച്ച് തിന്നേം ചെയ്യുന്നിട്ട് നിക്കടാ. പിന്നീട് ഉപ്പ് നോക്കണ്ടേ, ഉണ്ടാക്കിയാ മാത്രം മതിയോ? പിന്നെ ഒറ്റപ്പിഞ്ഞാണം കറി എടുത്ത് നിന്നിട്ടല്ല എല്ലാരും ഉപ്പ് നോക്കുന്നത്. എടി നിന്റെയൊക്കെ വയറേ തന്തയുടെ പോലെ എന്ന് പറഞ്ഞേ ബാക്കിയുള്ളവന്റെ വയറ്റിന് പിടിക്കണ്ടേ. മുതുബോധരൊപ്പം കൊണ്ട് പോയതോ. എന്തിനേം പിടിച്ചുകൊണ്ടാണോ വരുന്നത്? അല്ലങ്ങോട്ടാ മതി ഭംഗി നോക്കിയത്. ഉരി വെച്ചേ പൊരാത്തിന്റെ വെള്ളേ. ഡി ഫോൺ മാറ്റി വെച്ചേ. റിസൾട്ട് നോക്കണ പേരും പറഞ്ഞേ റീല് നോക്കുവാന്ന് പറയേയില്ല. ഓ എന്റെ അമ്മേനെ 1/2 മണിക്കൂറും കൂടെ ഉള്ളു സൈറ്റിൽ റിസൾട്ട് വരാൻ. എനിക്കാണെങ്കിൽ ടെൻഷനായിട്ടും വയ്യോ. ഞാൻ ഒന്ന് റിലാക്സ് ആയിക്കോട്ടെ. പരീക്ഷ സമയത്തെ റിലാക്സേഷൻ കൂടിയിട്ട് ഇപ്പേ ടെൻഷൻ. എടാ തേങ്ങ മൊത്തം ഇറങ്ങിക്കോ. റീനെ കല്ല് ഉറയ്ക്കുമ്പോ ഉപ്പും ചേരും കൂട്ടിക്കോ. കൈ നിൽക്കത്തില്ലേ, ചൂണ്ടേന്ന് ഊരാൻ തന്നെ വിളച്ചിലായിരുന്നു. ചാച്ചേനെ ചൂണ്ടിട്ട് പിടിച്ചാ? ആ അതിനെ കുറിച്ചൊന്നും പറയാണ്ടിരിക്കും നല്ലത്. എടി നമ്മുടെ ലിസിയുടെ കടമുറി പണയാൻ വേണ്ടി വന്ന ബംഗാളി പിള്ളേരില്ലേ, അവന്മാര് വെളുപ്പാങ്കാലത്തെ കണ്ടു പോയി തുടങ്ങിയതാ. ഞാൻ ചെല്ലുമ്പോ എരയും തീർന്ന് മുളയും തൂക്കി വായും പൊളിച്ച് മേപ്പോട്ട് തൂക്കി ഇരിപ്പുണ്ട്. അവന്മാർക്ക് അറിയാവോ നമ്മുടെ നാട്ടിലെ മീൻ്റെ ചാട്ടം. കിട്ടിയ പ്രകടനം അവന്മാർക്കും കൊടുത്ത് പാവങ്ങള്. എടി സത്യാടി ചേട്ടായി, ലില്ലിമേനെ അപ്പച്ചനെ നേരിട്ട് പോയി വിളിച്ചില്ലെങ്കിൽ പിന്നെ അത് മതി കേട്ടോ മുഖം കറുപ്പിക്കാൻ. ഓ കാലത്തൊരു ഓട്ടം ഉണ്ടല്ലോ. നീ ഒരു 11 മണി കഴിയുമ്പോഴത്തേക്കും നേരെ തറവാട്ടിലേക്ക് വിട്ടോ. ആ തങ്ങച്ചൊരു ഓട്ടം ഉണ്ടല്ലോ, അത് വിളിച്ചോ. പൈസ അല്ലേ കയ്യില്? എന്നാ തരാനുണ്ടോ? അല്ല നിന്റെ കയ്യിൽ കാണുമല്ലോ. പെട്ടെന്ന് വിട്ടു പെട്ടെന്ന് വിട്ടു. ചെയ്യാൻ പൊഴിയായിരുന്നു. പുഴുങ്ങാനുള്ള മോള് കൊണ്ടുവരും. ടൈം ആയല്ലോ. സൈറ്റ് ഓപ്പൺ ആയോ? ഇല്ലേച്ചി ഡൗണാ. അക്ഷയയിലേക്ക് പോവാതിരിക്കുന്ന നല്ലത്. പാപ്പച്ചന്റെ വണ്ടിക്ക് നല്ല പുള്ളിങ്ങാ നാട്ടുകാർ പറയണത് വെറുതെ അല്ല അല്ലേ? സ്വന്തം മക്കളോട് വരെ നിങ്ങളും. എടാ നിനക്ക് ഡ്രൈവും പഠിക്കണ്ടേ? എന്നാ മര്യാദക്ക് കയറിയിരുന്നോ. പണിയെടുക്കാൻ പറ്റാത്തോണ്ടാ, അല്ലെങ്കിൽ നിന്നെ പണ്ടേ വേണ്ടെന്ന് വെച്ചേനെ. ഹലോ, എത്ര A+ ഉണ്ട്? 2? ആ നീ ഇപ്പൊ ഫോൺ വെച്ചോ, വൈകിട്ട് ഞാൻ അങ്ങോട്ട് വരട്ടെ. അല്ല പാപ്പച്ച, നിന്റെ മൂത്ത പെങ്കുച്ച് 10ാം ക്ലാസ്സിലായിരുന്നു, അവളെ എന്തായി? ആ ഞാനത് പറയാൻ മറന്നുപോയി. അവക്ക് മൊത്തത്തിൽ A+. മൊത്തത്തിൽ A+? അതെ അതെ. അല്ല എല്ലാത്തിനും? എല്ലാത്തിനും. എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്നോട് ആരും പറയാൻ ഞാൻ? അയ്യോ ഇതൊക്കെ നമ്മൾ എല്ലാവരും പറഞ്ഞു നടക്കുവാണോ? അതൊക്കെ അല്പത്തരല്ലേ. അല്ല ഈ എല്ലാത്തിനും എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് A+. മുഴുവനായിട്ടും. ശരിക്കും ശരിക്കും എന്റെ അമ്മച്ചിയാണ് സത്യം. ആ നോറി എങ്ങോട്ടായിരുന്നു തലയ്ക്ക് പിടിച്ച ഓണം ഇടുന്നുണ്ട്. ദിവസത്തെ നിന്റെ റീൽസ് ഉണ്ടാക്കണതിന്റെ ഗുണം കണ്ടില്ലേ? 4 B+, 3 A, 2 B. നിനക്കവിടെ മലമറിക്കണ പണിയായിരുന്നല്ലോ. ഫോൺ എടുത്ത് മാറ്റി വെക്ക. എനിക്ക് മാത്രമല്ല അങ്ങനെ. രേഷ്മയ്ക്ക് എഡ്വിനല്ല ഇങ്ങനെയല്ല റിസൾട്ട്. ഓ രേഷ്മയുടെ വീട്ടിലാണല്ലോ നീ നിൽക്കുന്നത്. ഓ അയൽക്കൂട്ടത്തിലെ പെണ്ണുങ്ങൾ ചോദിച്ചു കൊല്ലും. മാർക്ക് എത്രയാ, എത്ര A+ ഉണ്ട്? ഓ എന്റെ കർത്താവേ, ഒരു ചാക്കുണ്ടല്ലോ പറയാൻ. പരീക്ഷയല്ലേ, തോക്കും ജയിക്കും അല്ലേ മോനെ? നീ ചോദിക്കുന്നവരോടൊക്കെ അങ്ങനെ പറഞ്ഞാ മതി. പിന്നെ പഠിക്കുന്ന സമയത്തൊക്കെ ഇവിടെ അപ്പൻ ചാക്ക് കണക്കല്ല മാർഗം കൊണ്ട് വന്നിരിക്കുന്നത്. അയ്യോ ആഹാ ഷർട്ടൊക്കെ ഊരിയല്ലോ. ഇനിയിപ്പോ അരിയുണ്ട തീർന്നവർ ഇവിടെ തന്നെ നിൽക്കാനായിരിക്കും പ്ലാൻ. അവൻ കഴിക്കട്ടെ, അത് അവർക്ക് തന്നെ ഉണ്ടാക്കിയതല്ലേ. മോൻ കഴിച്ചോ? അമ്മേ നിങ്ങക്ക് വണ്ടി വന്ന്.
നീ എന്താ ഉടുപ്പൊന്നുമില്ലാണ്ട് നീ വരുന്നില്ലേ? ഓ ഞാൻ വന്നില്ല. ഓ